പുള്ളിക്കാരത്തി പറഞ്ഞു സ്ത്രീയാണ് വീട് നയിക്കുന്നുണ്ടെങ്കിൽ മൈക്രോ ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശേഷിയോടുകൂടി ചിന്തിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യത്തില്ല. എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഞാനത് ഡിപ്പെൻഡ് ചെയ്യും. ഇൻ കേസ് എനിക്ക് വരുമാനം ഇല്ലെങ്കിൽ ഞാനത് നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മത്സര ബുദ്ധിയോടെ സേവിങ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ അതെ. അത് നിങ്ങൾ മത്സര ബുദ്ധിയോടെ അതായത് ഇൻ കേസ് എന്നെ പുള്ളി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോകുന്ന പെട്രോൾ കാശ് പോലും ഞാൻ ചെലവാക്കുന്നതാണ്. ആള് വരും, എന്നെ വിളിച്ചോണ്ട് പോകും. സ്നേഹമുണ്ട്, പ്ലസ് അങ്ങനെയാണ്. എന്റെ പൈസ ഞാൻ എന്റെ അല്ല പുള്ളി ഞാനാണെങ്കിൽ എന്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ചെലവ് ഞാനൊരു ദിവസം കറക്കാൻ കൊണ്ടുപോകണേ അന്നത്തെ ഫുൾ ചെലവ് എന്റെ. ഇൻ കേസ് ഞാനാണ് ഫുഡ് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ മൊത്തം ചെലവും എന്റെ വകയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ മത്സര ബുദ്ധിയോട് തന്നെയാണ് ഞങ്ങള്. പിന്നെ എനിക്കൊരു വ്യത്യാസം എന്ന് തോന്നിയിട്ടുള്ളത്, ഞാൻ കുറച്ചും കൂടി എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ടായിരിക്കും. ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് കമ്മല് വേണം തോന്നുമ്പോ ഞാൻ കമ്മല് മേടിക്കും. പക്ഷെ പുള്ളി ചോദ്യം ചെയ്തില്ല. പറയുമായിരിക്കാം ചോദ്യം ചെയ്ത് ഇല്ലില്ല, എന്റെ വരുമാനമല്ലേ. ഞാൻ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട് ഭരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഞാൻ ഇല്ലെങ്കിൽ പുള്ളിക്ക് ഭരിക്കാം. ഇൻ കേസ് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഭരിക്കും. ഇപ്പൊ ഒരു അമ്മ ഒറ്റയ്ക്കാണ് ഒരു കുടുംബം നോക്കുന്നതെന്ന് വെച്ചോ, ആണുങ്ങളില്ല, അവര് മാത്രം, ആ വീടിന്റെ ഗൃഹനാഥ ആ സ്ത്രീ തന്നെയാ. അവരുടെ കുട്ടികൾക്ക് ഒരു ഹയർ സ്റ്റഡീസ് വരുമ്പോൾ അവർക്ക് അറിയാത്ത ഒരു നാട്ടിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആണിന്റെ തോരണ വേണ്ടി വരത്തില്ലേ? ഞാനൊരു കാര്യം, അവര് ഒറ്റയ്ക്കാവുന്ന ഒരു കാര്യം, ആ സ്ത്രീ ഒറ്റയ്ക്കാവുന്ന ആര് കാരണമാണ്? ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ്, അവര് മക്കളുമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത്. അത് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അത് തലയ്ക്ക് കയറുമ്പോൾ ഉള്ള ഇഷ്യൂ. അതായത് എന്റെ കുടുംബം നോക്കാൻ ഞാൻ കേപ്പബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് IT ഫീൽഡ് മാം പറഞ്ഞതിൽ ഭൂരിഭാഗം ആൾക്കാരും തമ്മി പിരിയുന്നത്. എനിക്ക് അവളുടെ ആവശ്യമില്ല, എനിക്ക് അവന്റെ ആവശ്യമില്ല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തത് അവർക്ക് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് അഡ്ജസ്റ്റ്മെന്റ്. സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി വേണ്ടെന്നാണോ പറഞ്ഞത്? വേണ്ടെന്നല്ല, വേണം. പക്ഷെ ആ പറയുന്ന സാധനമാണ് ഇവരുടെ ഫാമിലി ഇല്ലാതാക്കുന്നത്. അവർക്ക് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി പറയുകയാണെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചു സ്ത്രീകൾ കൊണ്ടുവന്നാൽ അത് പോലും അംഗീകരിച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.